ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു മിനി വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഈസ്റ്ററിൻ്റെ അന്ന് ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എങ്ങോട്ടെങ്കിലും ഒന്ന് ഔട്ടിങ് പോയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ആ പ്ലാനിൽ എല്ലാവരും കൂടി പെറുക്കി കൂടി കാറിലെടുത്തിട്ട് നമ്മൾ പോകുന്ന റൂട്ട് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർക്കാർക്ക് മേ ബി ആസ് യൂഷ്വൽ അറിവായിരിക്കാം. അതിരപ്പള്ളി റൂട്ടല്ല കേട്ടോ ഇത് വരുന്നത്. ആമ്പല്ലൂരിൽ നിന്ന് ലെഫ്റ്റ് വരദരപ്പള്ളി ചിമ്മിനി ഡാം റൂട്ടാണ്. നമ്മൾ ഡാമിൻ്റെ അടുത്തേക്കൊന്നും പോയില്ല, ആ റൂട്ടിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നയന മനോഹരമായ ഹരിതാപമാണ് അവിടെ. ഹരിതാപം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഓഫ് പച്ചപ്പ്. പിന്നെ സംടൈംസ് ആനേനൊക്കെ കാണാം, പക്ഷെ ഞങ്ങൾ കണ്ടില്ല കേട്ടോ. സ്ട്രെയിറ്റ് റോഡാണ്. ആമ്പലൂരിൽ നിന്ന് ലെഫ്റ്റ് എടുക്കുക, നേരെ വരദരപ്പള്ളി റൂട്ടാണ്. അവിടെ നിന്ന് ഷിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് കാണുന്ന ബോർഡിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ്, പിന്നെയും സ്ട്രെയിറ്റ് റൂട്ട് തന്നെയാണ്. പിന്നെ എല്ലായിടത്തും എലിഫൻറ്റ് ക്രോസിംഗ് സോൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ആകെപ്പാടെ ഒരു 5-6 പശുക്കളെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ മുമ്പ് ഒരു തവണ പോയപ്പം മാനിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, മാനുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു അരുവിയുടെ അവിടേക്കായിരുന്നു. പക്ഷേ ഇന്ന് അരുവി നമ്മളെ പറ്റിച്ചു. അല്ല, ഈ വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവില്ല, പക്ഷേ കുറച്ച് മഴക്കാലത്തൊക്കെ വരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ കണ്ണുടക്കിയത് ആ ഉപ്പിലിട്ട ഐറ്റംസിലാണ്, പക്ഷേ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും വാങ്ങിച്ചങ്ങ് കഴിച്ചു. കുറ്റം പറയണമെങ്കിൽ കഴിക്കണ്ടേ, അതുകൊണ്ടാണേ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം താഴത്തോട്ട് ഇറങ്ങിയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ഇത് ഒരുപാട് ബട്ടർഫ്ലൈസ് ഒരുമിച്ചിരിക്കുന്നു. ഇതെന്തെങ്കിലും പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വെള്ളം എന്ന് പറയാൻ മാത്രമുള്ള വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പത്തി നനയും, കാൽപാദം നനയാൻ പാകത്തിനുള്ള വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും അവിടെ അത്യാവശ്യത്തിന് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും എന്നെപ്പോലെ തന്നെ വെള്ളം എക്സ്പെക്ട് ചെയ്ത് വന്നവരാണെന്ന് തോന്നുന്നു. വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, ചുമ്മാ കണ്ടില്ലേ, ചേട്ടൻ്റെ കാല് കണ്ടില്ലേ, ഇത് ഇത്രയേ ഉള്ളൂ, ആകെ ഇത്ര വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു അവിടെ നിന്ന്. പിന്നെ കുറേ ആയിട്ട് ഞാൻ വിചാരിക്കുന്നതാണ്, അതായത് ഇതുപോലെ ഇങ്ങനെ കല്ലുകൾ പെറുക്കി വെച്ചിട്ടുള്ള റീൽസും ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും പറ്റുവാണെങ്കിൽ വെക്കണമെന്ന്. അപ്പോൾ അത് പറ്റിയ സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ആ ക്ഷീണമൊക്കെ അങ്ങ് മാറി ഞങ്ങൾ നേരെ വണ്ടി കയറി നേരെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുവരെയും പോവാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു.